ഇടക്കൊച്ചി SNDP യോഗം ശാഖയുടെയും കണ്ണങ്കാട്ട് ദേവസ്വത്തിന്റെയും മറ്റു പോഷക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെ 171ാമത് ജയന്തി വിപുലമായി ആഘോഷിച്ചു. SNDP യോഗം ശാഖാ പ്രസിഡന്റ് SP മുകേഷ് പതാക ഉയർത്തി. തുടർന്ന് കണ്ണങ്കാട്ട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി സമിത്രൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുദേവ പൂജയും ഗുരുദേവ കൃതികളുടെ ആലാപനവും നടന്നു. ഇടക്കൊച്ചി SNDP യോഗം 2481 നമ്പർ ശാഖയുടെയും കണ്ണങ്കാട്ട് ദേവസ്വത്തിന്റെയും മറ്റു പോഷക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ ശ്രീനാരായണ ഗുരുദേവന്റെ 171ാം ജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി കണ്ണങ്കാട്ട് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ചതയദിന ഘോഷയാത്ര നടത്തി. ഇടക്കൊച്ചി ശ്രീനാരായണ നഗറിൽ എത്തിച്ചേർന്ന ഘോഷയാത്രയെ തുടർന്ന് SNDP യോഗം ശാഖാ പ്രസിഡന്റ് CP മുകേഷ് പതാക ഉയർത്തി. ശേഷം ക്ഷേത്രം മേൽശാന്തി സമിത്രൻ തന്ത്രിയുടെ നേതൃത്വത്തിൽ ഗുരുദേവ പൂജയും ഗുരുദേവ കൃതികളുടെ ആലാപനവും നടന്നു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ സുധാ ഷിബു അരിപ്പറമ്പ് ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രഭാഷണം നടത്തി. ഭഗവാനെ കുറിച്ച് കേൾക്കാൻ അല്ലെങ്കിൽ പറയാൻ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ കിട്ടുന്ന ഒരു അവസരവും നമ്മൾ എന്ത് ചെയ്യരുത്, പാഴാക്കരുത്. എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, എന്താണ്? പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനം ഇത് അതിനായി വരേണം. അല്ലേ? നമ്മൾ ചുമ്മാ അതും ഇതും ഒക്കെ പറഞ്ഞ് വൃഥാ സംസാരങ്ങളൊക്കെ ആയിട്ട് കളയുന്ന പകലൊക്കെ എന്തിനു വേണ്ടി വരണം? ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കാൻ, ഭഗവാനെ കുറിച്ച് കേൾക്കാനൊക്കെ വരണം. അതിന്റെ ഫലവും എഴുത്തച്ഛൻ പറയുന്നുണ്ട് അടുത്ത വരിയിൽ. എന്താണ് പറയുന്നത്? കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി. ഈ കലികാലത്തിൽ മോക്ഷത്തിനുള്ള മാർഗമാണ് എന്ത്? ഭഗവത് നാമങ്ങൾ ശ്രവിക്കുക, കേൾക്കുക, പറയുക എന്നുള്ളത്. പരമപുരുഷാർത്ഥമായ മോക്ഷം. നമ്മൾ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് തന്നെ, അല്ലെ ജീവിക്കുന്നത് തന്നെ, അതിന്റെ ഫലമെന്ന് പറയുന്നത് മോക്ഷം നേടുക എന്നുള്ളതാണ്. മഹേശ്വരനെ പ്രാർത്ഥിക്കുന്നത് മറ്റു ചിന്തകളെ ഒഴിവാക്കി പൂർണ്ണമായും മനസ്സു കൊടുത്തുകൊണ്ടായിരിക്കണമെന്ന് പ്രഭാഷക ഉത്ബോധിപ്പിച്ചു. SNDP യോഗം വനിതാ സംഘം സെക്രട്ടറി ലേഖ സുധീർ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് വിഭവസമൃദ്ധമായ ധർമ്മസദ്യയും ഒരുക്കിയിരുന്നു. ശാഖാ സെക്രട്ടറി VL ബാബു, പ്രസിഡന്റ് CP മുകേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കണ്ണങ്കാട്ട് ദേവസ്വത്തിന്റെയും SNDP വനിതാ സംഘത്തിന്റെയും കണ്ണങ്കാട്ട് ദേവസ്വം വനിതാ സംഘത്തിന്റെയും 6 കുടുംബ യൂണിറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാവിലെ 8:30 നമ്മുടെ കണ്ണങ്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ജയന്തി ദിന ഘോഷയാത്ര വളരെ ഭംഗിയായി നമ്മൾ ഇടക്കൊച്ചി ശ്രീനാരായണ നഗറിലുള്ള ഒരു മണ്ഡപത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ട്രിനിറ്റി ജ്വല്ലേഴ്സ് തോപ്പുംപടി ഒരുക്കുന്ന ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 15 വരെ. പണിക്കൂലി 4% മുതൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളിലെ ഏറ്റവും മികച്ച ശേഖരം. 92.5 വെള്ളി ആഭരണങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു.